So hi guys, Samsung Galaxy S21 FE പുതിയൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു വിച്ച് ഈസ് സെക്യൂരിറ്റി പാച്ച് ജനുവരി 2024. അപ്പോൾ ആ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ ചേഞ്ചസ് എനിക്ക് കാണാൻ കിട്ടി ഇന്നത്തെ വീഡിയോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ അതിൻ്റെ മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം എന്തൊക്കെ ചേഞ്ചസ് ആണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ആയി കഴിഞ്ഞിട്ട് ഞാൻ ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നന്നായിട്ട് ലാഗ് ഉണ്ടായിരുന്നു. പിന്നെ ആപ്ലിക്കേഷൻസ് ഒക്കെ ക്രാഷ് ആവുമായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതൊന്ന് ഹാർഡ് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ പ്രശ്നമൊന്നും കാണാൻ കിട്ടിയില്ല. പിന്നെ എനിക്ക് കുറേ പേര് കമൻറ്റ്സ് കഴിക്കുന്നുണ്ടായിരുന്നു സാംസങ് ഗാലക്സി S21 FE ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ട് ഗ്രീൻ ലൈൻ ഇഷ്യൂസ് വരുന്നുണ്ട്, ഇത് കുറേ ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുമ്പ് ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സാംസങ് ഗാലക്സി S21 FE ഓൾറെഡി ഗ്രീൻ ലൈൻ ഇഷ്യൂസ് വരുന്നുണ്ട്. നിങ്ങൾ ട്വിറ്ററിൽ തന്നെ പോയിട്ട് നിങ്ങൾ പോയി സാംസങ് ഗാലക്സി S21 FE ഗ്രീൻ ലൈൻ ഇഷ്യൂ ഇല്ലെങ്കിൽ ഡിസ്പ്ലേ ഇഷ്യൂസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കുറേ റിസൾട്ട്സ് കാണാൻ പറ്റും. കുറേ ആൾക്കാർക്ക് സാംസങ് ഗാലക്സി S21 FE ഡിസ്പ്ലേ ഇഷ്യൂസ് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടി ഒരു സജഷൻ തരികയാണ്, നിങ്ങളുടെ അടുത്ത് വാറണ്ടിയിലുള്ള ഡിവൈസസ് ആണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാം നിങ്ങളുടെ സാംസങ് ഗാലക്സി S21 FE ബിക്കോസ് ഗ്രീൻ ലൈൻ ഇഷ്യൂ വല്ലതും വരികയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സർവീസ് സെൻറ്ററിൽ പോയിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡിസ്പ്ലേ മാറ്റി തരും. പക്ഷേ ഔട്ട് ഓഫ് വാറണ്ടി ആണെങ്കിൽ ഡിസ്പ്ലേയിൽ വല്ലതും ഗ്രീൻ ലൈൻ ഇഷ്യൂ ഒക്കെ വരികയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സർവീസ് സെൻറ്ററിൽ പോയി ഡിസ്പ്ലേ മാറ്റണമെങ്കിൽ കാശ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാം. പക്ഷേ എൻ്റെ റെക്കമെൻഡേഷൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ ഡിവൈസ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ബാറ്ററി ലൈഫിനെ പറ്റി നോക്കുകയെന്ന് വെച്ചാൽ ബാറ്ററി ലൈഫിൽ എനിക്ക് ഒരു ഇമ്പ്രൂവ്മെൻറ്റും കാണാൻ കിട്ടിയിട്ടില്ല. ബാറ്ററി ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു ഇതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് മുമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു അതേമാതിരത്തെ ബാറ്ററി ലൈഫ് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്നത്. പിന്നെ അതേമാതിരി ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റീനെ പറ്റി പറയാമെന്ന് വെച്ചാൽ എനിക്ക് അതേമാതിരി ക്യാമറ ക്വാളിറ്റി തന്നെയാണ് ഇപ്പോഴും കിട്ടുന്നത്. പക്ഷേ ഈ ഫോൺ ലോഞ്ച് ആയപ്പോൾ ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി ഇങ്ങനെ ഉണ്ടായിരുന്നു, അതുമാതിരത്തെ ക്യാമറ ക്വാളിറ്റി ഇപ്പോൾ ഇതിലില്ല. ബിക്കോസ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി നന്നായിട്ട് ഡീഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും അണ്ടർ ദ പ്രൈസ് റേഞ്ച് ഓഫ് 30,000 നിങ്ങൾ ഏത് ബ്രാൻഡിൻ്റെ ഫോൺ എടുത്ത് നോക്കിയാലും ഇതിൻ്റെ അത്ര നല്ലൊരു ക്യാമറ ക്വാളിറ്റി വേറെ ഒരു ഫോണിലും കിട്ടില്ല. ബിക്കോസ് ഇതിൽ നല്ല ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 12 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ, 12 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ്, പിന്നെ 8 മെഗാപിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസ്. ഞാൻ മെയിനായിട്ട് പേഴ്സണലി ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ടെലിഫോട്ടോ ലെൻസിനാണ്. ബിക്കോസ് ടെലിഫോട്ടോ ലെൻസ് കൊണ്ട് ഫോട്ടോസ് എടുക്കുമ്പോൾ ഒരു DSLR ലെവൽ ക്വാളിറ്റി ഫോട്ടോസാണ് ഇതിൽ വരുന്നത്. പിന്നെ 32 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ. അപ്പോൾ പിന്നെ ഗീക്ക് ബെഞ്ചും ചെയ്ത് നോക്കി, ഗീക്ക് ബെഞ്ചിൻ്റെ സ്കോർ നോക്കിയാൽ മതി. സിംഗിൾ കോറിൽ 1325, മൾട്ടി കോർ സ്കോറിൽ 3272 സ്കോറാണ് ഇതിൽ വരുന്നത്. അപ്പോൾ അത്യാവശ്യം ഡീസൻ്റായ സ്കോറാണ് ഇവിടെ കാണാൻ കിട്ടുന്നത്. പിന്നെ വേറെ വലിയ വ്യത്യാസം എനിക്ക് കാണാൻ കിട്ടിയിട്ടില്ല. പിന്നെ പുതിയ ഫീച്ചേഴ്സൊന്നും ഇതിൽ ആഡ് ആയിട്ടില്ല. പിന്നെ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് സാംസങ് ഗാലക്സി S21 FE ഈ റീസെൻറ്റ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്